أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ പൊരുത്തത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിയുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ ദുൽഹിജ്ജയുടെ പ്രത്യേകതയുമായി, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ 10 പ്രത്യേകതകളായി ഏതാനും ചില കാര്യങ്ങൾ വിശ്വാസികളെ ഞാൻ ഉണർത്തുകയുണ്ടായി. അറബി കലണ്ടറിലെ ദുൽഹിജ്ജ ഹിജ്രിയ കലണ്ടറിലെ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ തീയതിയിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ദിവസവുമായി ബന്ധപ്പെട്ട് വിശ്വാസി എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ ഉണർത്തുന്നത്. ഈ വരുന്ന ബുധനാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 9. ഈ ദിവസത്തിൻ്റെയും ആ ദിവസം അറിയപ്പെടുന്ന അറഫ ദിനത്തിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിലൂടെ ഉണർത്തുന്നത്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10, ആ അവസാനത്തെ 10-ലാണല്ലോ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാറുള്ളത്. ആ ലൈലത്തുൽ ഖദറിൻ്റെ പവിത്രത പോലെ തന്നെയാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 പവിത്രത എന്ന് പ്രമാണങ്ങളിലുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദുൽഹിജ്ജയുടെ പകലുകൾക്കാണ് പ്രത്യേകതകളുള്ളത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദറിനെ റമദാനിൻ്റെ അവസാനത്തെ 10 രാവുകളിലാണ് പ്രതീക്ഷിക്കേണ്ടത്. ആ സമയത്തിൻ്റെ പ്രത്യേകത പോലെയാണ് ദുൽഹിജ്ജ ആദ്യ 10 പകലുകൾ. എത്രമാത്രം ശ്രേഷ്ഠതയാണെന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഒരു വാക്കിൽ നമുക്ക് കാണാം, അൽ-അശ്റുൽ അവാഖിരി മിൻ റമദാൻ അഫ്ളലു മിൻ ജിഹത്തിൽ ലൈൽ ലിഅന്ന ഫീഹാ ലൈലത്തുൽ ഖദർ വൽ അശ്റുൽ അവ്വൽ മിൻ ദിൽഹിജ്ജ അഫ്ളലു മിൻ ജിഹത്തിൻ നഹാർ ലിഅന്ന ഫീഹാ യൗമു അറഫ വഫീഹാ യൗമുൻ നഹർ വഹുമാ അഫ്ളലു അയ്യാമുദ് ദുനിയ ഹാദാ ഹുവൽ മുഅ്തമിദു ഇൻദൽ മുഹഖ്ഖീൻ മിൻ അഹ്ലിൽ ഇൽം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠം റമദാനിലെ അവസാനത്തെ 10 രാവുകളാണ്, രാത്രികളാണ്. കാരണം അതിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ ആദ്യ 10 കാരണം അതിലാണ് അറഫ ദിനമുള്ളത്. അതിലാണ് യൗമുൻ നഹർ, ഹജ്ജുമായി ബന്ധപ്പെട്ട ബലിദിനം,
അറവിൻ്റെ ദിനം അതിലാണുള്ളത്. അവ രണ്ടും ഇഹലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഇതാണ് പണ്ഡിതന്മാരിൽ സ്വീകാര്യമായ അഭിപ്രായമെന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള പറഞ്ഞതായി കാണാം. ഈ മഹത്തായ ദിനമാകുന്ന അറഫ ഇത്രത്തോളം പ്രത്യേകമാകാൻ കാരണം ഇങ്ങനെ ഒരു അറഫ ദിനത്തിലായിരുന്നു നമ്മൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കാരുണ്യമായ ഈ ദീൻ പൂർത്തിയാക്കപ്പെട്ടത്. ലോകത്ത് കാരുണ്യമായി അള്ളാഹു അവതരിപ്പിച്ച ഈ മതം ഇത് പൂർത്തിയാക്കപ്പെട്ട ദിനമായിരുന്നു അറഫ ദിനം. തൻ്റെ ഖസ്വ ഒട്ടകപ്പുറത്ത് കയറി അറഫ ദിനത്തിലെ പ്രസംഗത്തിൽ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നല്ലോ. അവിടുത്തെ ജീവിതത്തിലെ ഹജ്ജത്തുൽ വിദാ, ഹജ്ജത്തുൽ ബലാഗ എന്നും അറിയപ്പെടുന്ന ആ ദിനം, ആ ദിനത്തിൽ അവിടുന്ന് നടത്തിയ അറഫ ഖുതുബയിൽ പറഞ്ഞ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അത് സൂറത്തുൽ മാഇദയിലൊരായത്താണ്, സുദീർഘമായൊരായത്തിൻ്റെ ഒരു ഭാഗമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നേ ദിവസം, അറഫ ദിനം, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തു. ഇനി ഇതിലേക്ക് മതപരമായി ഒന്നും കൂട്ടേണ്ടതില്ല, ഉള്ളതിനെ ഒഴിവാക്കാനുമില്ല. നിറഞ്ഞു നിൽക്കുന്ന വെള്ളപ്പാത്രം പോലെയായി ദീൻ. ഇനി ഇൻഷാ അല്ലാഹ് അന്ത്യനാൾ വരെ, ഹത്താ ഇലാ യൗമിൽ ഖിയാമ, അതുവരെ ദീൻ ഇതാണ്. ഇനി ഇതിലേക്ക് നന്മ പ്രതീക്ഷിച്ചൊന്നും ആരും ഒന്നും കടത്തി കൂട്ടേണ്ടതില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ പ്രോജ്വലമായ പ്രഖ്യാപനം നടന്ന ദിവസമാണ് അറഫ ദിനം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ദിവസമാണ് അറഫ ദിനം. വിശിഷ്യ സൂറത്ത് ബുറൂജിലെ ആയത്ത്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ്. 3 ദിനങ്ങളെയാണ് ആ വചനങ്ങളിൽ പറഞ്ഞത്. വൽ യൗമിൽ മൗഊദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത ദിവസം, ഐ അൽ യൗമുൽ ഖിയാമ, അന്ത്യനാളാണത്. അതുപോലെ തന്നെ വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്, അതിൻ്റെ മുമ്പ് അല്ലാഹു പറഞ്ഞ എന്താ? സാക്ഷിത്വത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് അത് യൗമുൽ ജുമുഅയാണ്. പിന്നീട് പറഞ്ഞ ദിവസം എന്ന് പറയുന്നത് അത് അറഫ ദിനമാണ്. ഇങ്ങനെ ഈ 3 സമയങ്ങളെ അള്ളാഹു പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞ ദിനങ്ങളാണ്. അതിലാണ് യൗമുൽ അറഫ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വശഫ്ഇ വൽ വത്ർ, അള്ളാഹു പറഞ്ഞില്ലേ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. ഏതാണ് ആ ഇരട്ട? ഏതാണ് ശഫ്ഇ എന്ന് പറഞ്ഞാൽ? അത് ബലിപെരുന്നാളിൻ്റെ ദിനങ്ങളാണ്. അതുപോലെ തന്നെ വത്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അത് അറഫ ദിനമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹ് പല പേരുകളാൽ ഈ ദിനത്തെ സൂചിപ്പിച്ചതായി കാണാം. അത്രമാത്രം പവിത്രതയുള്ള ദിനമാണ് അറഫ ദിനം എന്ന് പറയുന്നത്. ആ അറഫ പ്രഭാഷണത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇസ്മഉ മിന്നി, നിങ്ങൾ എന്നിൽ നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കേൾക്കണം. ഉബയ്യിൻ ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്ന കാര്യങ്ങൾ എന്താണോ അത്. എന്നിട്ട് പറഞ്ഞു, ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ, അടുത്ത കൊല്ലം ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പ്രസംഗിച്ച ദിവസം ദുൽഹിജ്ജ 10, അതെ, ഒരു ഹിജ്റ വർഷം 10ാമത്തെ കൊല്ലം. അവൻ അന്നത്തെ അറഫ ദിനത്തിൽ അവിടുന്ന് പറഞ്ഞ വാക്കാണത്. അടുത്ത കൊല്ലം നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല ഇവിടെ വെച്ച്, മൗഖിഫി ഹാദാ. ഏതാണ് ആ സമയം? എന്താണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11-നാണ്. ഈ പറയുന്നത് ഹിജ്റ 10-നാണ്. അവിടുത്തെ വഫാത്തിൻ്റെ സൂചനയായിരുന്നു
അന്നത്തെ അറഫ ഖുത്ബയിൽ അവിടുന്ന് ആദ്യമായി പറഞ്ഞു തുടങ്ങിയത് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഈ ഹിജറ 10ാമത്തെ വർഷമായിരുന്നു ഖുർആനിലെ ഒരു സൂറത്ത് അവതരിച്ചത്. ഏതാണ് ആ സൂറത്ത്? വിശുദ്ധ ഖുർആനിലെ, അതും പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജയുടെ ദിനങ്ങളിലാണ്, അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിലാണ് അധ്യായം അവതരിച്ചത്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളായി എണ്ണുന്ന സൂറത്തുൻ നസ്ർ അല്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് തുടങ്ങുന്ന കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്ന സന്തോഷകരമായ ആശയം കൈകാര്യം ചെയ്യുന്ന ആയത്തുകൾ. അതിൻ്റെ നന്ദി പ്രകടനമെന്നോണം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞില്ലേ. ആ അധ്യായം സന്തോഷമാണ് പ്രത്യക്ഷത്തിൽ അർത്ഥം നൽകുന്നതെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സൂചനയായിരുന്നു എന്ന് നമുക്ക് കാണാം. സ്വഹാബികളിൽ പലരും ഇത് കേട്ട് കരഞ്ഞു. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഷെയ്ഖേ നിങ്ങൾ കരയുന്നത് എന്ന് കൂടെയുള്ള സ്വഹാബികൾ ചോദിച്ചപ്പോൾ ഇത് ഹബീബായ പ്രവാചകന്റെ വഫാത്തിൻ്റെ സൂചനയാണ് എന്ന് ഇങ്ങനെയുള്ള ദിനങ്ങളിലായിരുന്നു അത് ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ലോകത്ത് ഇന്നേ വരെ കാണാൻ കഴിയാത്ത മാനുഷികമായ പ്രഖ്യാപനങ്ങളാണ് അന്നത്തെ അറഫയിൽ പ്രവാചകൻ നടത്തിയത്. അതിലൊരു പ്രഖ്യാപനമായിരുന്നു, വിശ്വാസികളെ നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ ധനം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഏതുപോലെ പവിത്രമാണ്? ഈ കഅബയേക്കാൾ, ഈ ദിനത്തേക്കാൾ പവിത്രമാണ് ഒരു വിശ്വാസിയുടെ അഭിമാനം. ഇന്ന് അഭിമാനങ്ങൾക്ക് വിലയുണ്ടോ? അത് ആരുടെ കയ്യിൽ കിട്ടിയാലും പിച്ച് ചീന്തപ്പെടുന്ന കാലഘട്ടത്തിൽ അത് നടുറോഡെന്നില്ല, വാട്സപ്പുകളെന്നില്ല, സോഷ്യൽ മീഡിയകളെന്നില്ല, നാലാള് കൂടുന്ന ഇടങ്ങളെന്നില്ല. അഭിമാനങ്ങളെ, പ്രത്യേകിച്ച് നിന്റെ കൂടെ മുസല്ലയിൽ സഫുകളിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നത് കഅബയെ പിച്ച് ചീന്തുന്നതിന് തുല്യമല്ലേ? ഒരു വിശ്വാസിയുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നത് അള്ളാഹു പവിത്രമാക്കിയ അതേ ദിനങ്ങളുടെ ആ സുന്ദരമായ അവസ്ഥകളെ പിച്ച് ചീന്തുന്നതിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. രക്തം ചിന്താൻ പാടില്ല. ഇന്ന് രക്തം ചിന്താൻ പഞ്ഞമുണ്ടോ? പരസ്പരം കൊലവിളികളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവിടുന്ന് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് വരാനുണ്ട്. കൊല്ലപ്പെട്ടവൻ അറിഞ്ഞൂടാ ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത് എന്ന്, കൊന്നവൻ അറിഞ്ഞൂടാ ഞാൻ എന്തിനാ അവനെ കൊന്നത് എന്ന്. അങ്ങനെയുള്ളൊരു കാലഘട്ടം. അതിൽ മുസ്ലിമോ അമുസ്ലിമോ വ്യത്യാസമില്ല. കൊലപാതകങ്ങളുടെ പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പവിത്രമാണ് വിശ്വാസിയുടെ രക്തമെന്ന് ആ അറഫ ഖുത്ബയിൽ അവിടുന്ന് പറയുകയുണ്ടായി. അതുപോലെ ധനം, വിശ്വാസിയുടെ ധനം ഇന്ന് ഹക്കാണോ ബാത്തിലാണോ എന്ന് നോക്കാതെ വാരിക്കൂട്ടലിൻ്റെ സമ്പാദിക്കലിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ താൻ അധ്വാനിക്കേണ്ട സമ്പാദ്യത്തിൽ തനിക്ക് അവകാശപ്പെടാത്ത ഒരു ഹക്കിടപാട് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഹറാമാണെന്ന് തിരിച്ചറിയാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. സഹാബികളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് മൈശത്തിൻ്റെ വേണ്ടി അവരുടെ കയ്യിലുള്ള സഞ്ചിയും തൂക്കി ഇറങ്ങുമ്പോൾ ഭാര്യമാർ പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഹറാമ് സമ്പാദിച്ച് ഇങ്ങോട്ട് വരല്ല, നരകത്തിൻ്റെ അഗ്നിജ്വാലകൾ ഞങ്ങൾക്ക് സഹിക്കവയ്യ, പക്ഷേ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ടോ? ഇന്നങ്ങനെ ശ്രദ്ധിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പൊതുവെയാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ആ ഒരു പ്രഖ്യാപനം അവിടെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു, നോക്കൂ നിങ്ങൾ, വർണ്ണവിവേചനങ്ങൾ അവിടുന്ന് കാലിനടിയിൽ കുഴിച്ചു മൂടിയില്ലേ? നോക്കൂ നിങ്ങൾ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അജമിയേക്കാളോ, അജമിക്ക് അറബിയേക്കാളോ അതേ ശ്രേഷ്ഠതയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്ന് നോക്കിയിട്ടല്ല, ജാതി മതഭേദമെന്നെയാണ് അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞത്, സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്, രക്തത്തെക്കുറിച്ച് പറഞ്ഞത്. ആരുടെ രക്തവും ഭൂമിയിൽ വീഴാൻ പാടില്ല, ആരുടെ അഭിമാനത്തെയും പിച്ച് ചീന്താൻ പാടില്ല, ആരുടെ സമ്പത്തും അവിഹിതമായി ഉണ്ടാക്കാൻ പാടില്ല. കൂട്ടത്തിൽ പറഞ്ഞതെന്താ? വർണ്ണവിവേചനങ്ങളാണ്. ജോർജ് ഫ്ലോയിഡിനെ അമേരിക്കയിലെ വെളുത്ത പോലീസുകാരൻ ഏതാനും മിനിറ്റ് കൊണ്ട് തൻ്റെ ചങ്കിൽ ബൂട്ട് ഇറക്കി വെച്ച് ചവിട്ടിപ്പിടിച്ച് കൊന്നുകളഞ്ഞപ്പോൾ അത് കറുത്തവനായി പോയി എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു അമേരിക്കയിലെ ആ കറുത്ത ദിവസം കഴിഞ്ഞു പോയത്. ഇന്നുമുണ്ട് വർണ്ണവറികൾ, തൊട്ട് തീണ്ടായ്മകൾ, താർവാടിൻ്റെ പേര് പറഞ്ഞ് അകറ്റി നിർത്തുന്നവർ, സമ്പത്തിൻ്റെ ഗ്രാഫ് വരച്ച് അകറ്റി നിർത്തുന്നവർ ഇന്നില്ലേ? അതിനെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തുടച്ചു നീക്കിയതായി നമുക്ക് കാണാം.
ആരാണ് സഹോദരാ സഹോദരി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യർ? സമ്പത്തുള്ളവനാണോ? തറവാടുള്ളവനാണോ? മണിമാളികകളിൽ അന്തി ഉറങ്ങുന്നവനാണോ? തൻ്റെ സ്കിന്നിന്റെ കളർ നോക്കിയിട്ട് തീരുമാനിക്കുന്നവനാണോ? അല്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ആയത്താണ്. ജനങ്ങളെ എന്നാണ് അല്ലാഹു വിളിച്ചത്, അല്ലേ? ജനങ്ങളെ എന്നാണ് അല്ലാഹു വിളിച്ചത്. അറഫയിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ. ഇനി വരുന്ന ദിനങ്ങൾ എത്രയെത്ര രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ എത്തിയത്. ഹജ്ജിന്റെ ദിനങ്ങളിലേക്ക് അവർ പ്രവേശിക്കാനിരിക്കുകയല്ലേ. ഇനി ആ അറഫയിലേക്ക് നമ്മൾ വീഡിയോ ലൈവുകളിലൂടെ കാണുമ്പോൾ ഒരേ വസ്ത്രത്തിലാണ്. ആരാണ് ആ ഒരേ വസ്ത്രത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അതിൽ വെള്ളക്കാരനുണ്ട്, അതിൽ അതികോടീശ്വരന്മാരുണ്ട്, അതിൽ അതുപോലെ തന്നെ സഹോദരങ്ങളെ പാവങ്ങളുണ്ട്, തൊലിയുടെ ഡിഫറൻ്റ് ഉള്ളവരുണ്ട്. പക്ഷേ ഒരേ വസ്ത്രത്തിൽ ഒരേ തെൽബിയത്തോടെ ഒരേ പ്രാർത്ഥനാ മുഖരിതരായി, അതേ പൊടിപിടിച്ച ശരീരമായി പൊടിപിടിച്ച മുടികളുമായി ചൂടുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അറഫയിൽ കൈപൊന്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സമത്വബോധമാണ്. എന്തിനാ 5 നേരത്തെ നിസ്കാരം പഠിപ്പിച്ചത്? പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ, നമ്മൾ ഇറങ്ങാറാക്കാനാണോ? അല്ല സഹോദര, നീ സഫിൽ നിൽക്കുമ്പോൾ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ തൊലി കറുത്തവനാകാം, ഒരുപക്ഷെ കുടിലുകളിൽ നിന്ന് കടന്നു വരുന്നവനാകാം, ചേറിലും പാറക്കോറിലും പണിയെടുക്കുന്നവനാകാം. അവൻ്റെ അടുത്ത് നീ സമ്പത്തിന്റെ ഉത്തുംഗതിയിൽ നിൽക്കുന്ന നീയും നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ നീ ചൊല്ലുന്നത് ഒരേ വചനങ്ങളാണ്, നീ ചെയ്യുന്നത് ഒരേ ആക്ഷനുകളാണ്. അതാണ് ഇസ്ലാം നൽകുന്ന സമത്വബോധം. ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നൊരു പ്രത്യയ ശാസ്ത്രം വേറെ ഏതുണ്ട്? ഈ മതം പൂർത്തിയാക്കപ്പെട്ട ദിവസമാണ് അറഫാ ദിനം. ഈ മതം പൂർത്തിയാക്കപ്പെട്ട ദിനമാണ് അറഫാ ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, കുല്ലുക്കും ആദം വാദം മിൻ തുറാബി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലേ? വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, ഞാൻ നിങ്ങളെ വിവിധ ഗോത്രങ്ങളാക്കിയതും നാട്ടുകാരാക്കിയതും കോല വ്യത്യാസങ്ങളൊക്കെ വരുത്തിയത് എന്തിനാ? തമ്മിൽ പോരടിക്കാനും അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനൊന്നുമല്ല. പിന്നെയോ ലിതഅറഫു, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചൈനക്കാരനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഇന്ത്യക്കാരനെ കണ്ടാൽ മനസ്സിലാവണം, കുടുംബക്കാരനെ കണ്ടാൽ മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ആരാണ് ഉത്തമർ? ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ടല്ല അല്ലാഹ് നോക്കുക. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലേ? തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിശ്രേഷ്ഠൻ. എത്രത്തോളം എന്നറിയോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശാപമായി നിലനിൽക്കുന്നത് യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളിൽ എത്രയെത്ര പാവങ്ങളാണ്, അല്ലേ, മണ്ണടിഞ്ഞു പോകുന്നത്? എത്ര ആളുകളാണ് വിധവകളാകുന്നത്? എത്രയെത്ര പേരാണ് മാതാപിതാക്കളില്ലാത്ത മക്കളായി യതീമുകളായി മാറുന്നത്? ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു അറഫ ഖുത്ബയിൽ പറഞ്ഞൊരു വാക്കാണ്, വഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയത്തി മൗളൂഉൻ വഇന്ന അവ്വല ദിമാഇകും അല്ലഉ ദമു ഇബ്നു റബീഅ ഇബ്നു ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്താ അവിടുന്ന് പറഞ്ഞത്? കൊലപാതകങ്ങളിതാ ഇന്ന് മുതൽ ഇവിടെ തീരുമാനമാകട്ടെ. ആദ്യമായി ജാഹിലിയത്തിൽ കൊല്ലപ്പെട്ടത് ആരാണെന്നറിയോ? ജാഹിലിയത്തിൽ ഇബ്നു റബീഅ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ചില ഗോത്രവർഗങ്ങളുടെ തറവാടിൻ്റെ പേരിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ജാഹിലിയത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. കഴുത്ത് നീണ്ട ഒട്ടകം അയൽവാസിയുടെ പറമ്പിൽ കയറി തൊട്ടിപ്പാത്രത്തിൽ നിന്നൊരിറക്ക് വെള്ളം കുടിച്ചാൽ 60-ലധികം യുദ്ധം നിരന്തരമായി രാവും പകലും പോരടിച്ചിരുന്ന, ഈഗോ ക്ലാഷുകൾ സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലേ? അന്നാദ്യമായി കൊല്ലപ്പെട്ട മനുഷ്യന്റെ പേരാണ് ചരിത്രത്തിൽ ഇബ്നു റബീഅ. ലൈഫ് ഗോത്രക്കാരനാണ്. ആരാണ് ഈ ഇബ്നു റബീഅ എന്ന് പറയുന്ന വ്യക്തി? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ വല്ലിപ്പയായ ആ മനുഷ്യനില്ലേ, അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് ഹാരിസ്. ആ ഹാരിസിന്റെ മകനാണ് ഇബ്നു റബീഅ. അദ്ദേഹത്തെ കൊന്നത് എന്തിനാണെന്നറിയോ? അല്ലേ, അദ്ദേഹത്തെ കൊന്നത് ഇതുപോലെയുള്ള ഗോത്രപ്പോരിന്റെ പേരിലായിരുന്നു. ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അന്ന് മുതൽ അവിടെ നിന്നിങ്ങോട്ടുള്ള സകലവിധ അത്തരത്തിൽ അധർമ്മങ്ങളെയും അറഫ ഖുത്ബയിൽ അവിടെ നിന്ന് കുഴിച്ചു മൂടി. പലിശയെക്കുറിച്ച് അന്ന് പരാമർശിച്ചു. ഒരു കാലഘട്ടം എൻ്റെ സമൂഹത്തിന് വരാനുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു. അന്ന് പലിശയുടെ ഒരു പൊടി പോലും ഏൽക്കാത്തവർ വിരളമായിരിക്കും. വിശ്വാസികളെ, പലിശക്ക് പല പാർട്ടുകളുണ്ട്. അതിലേറ്റവും ചെറിയ ഗൗരവം കുറഞ്ഞ പാർട്ടിൻ്റെ ഗൗരവം തന്നെ എന്താണെന്നറിയോ? തന്നെ നൊന്ത് പ്രസവിച്ച തൻ്റെ ഉമ്മയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതാണ് എന്ന്
പഠിപ്പിച്ച അത്ര ഗൗരവമാണ്. പലിശയുടെ ഏറ്റവും ചെറുത്. അപ്പൊ വലുതെത്രയാ? വണ്ടി വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ, തൻ്റെ വീട് വലുതാക്കാൻ ഹൗസിംഗ് ലോണുകൾ, അങ്ങനെ എന്തെല്ലാം സംഗതികളുണ്ട് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? ഒരു മടിയില്ല ആൾക്കാർക്ക്. അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, വഇന്ന കുല്ല റിബൻ മൗളൂഉൻ വലക്കും റൂഉസു അംവാലിക്കും ലാ തുളിമൂൻ. അജ്ഞാത കാലത്തെ ജാഹിലിയത്തിലെ പലിശയിടപാടുകൾ അഖിലം പണമുള്ളവൻ കാര്യക്കാരനായിരുന്നു എന്ന് അത് ഞാനിതാ ഇവിടെ കുഴിച്ചു മൂടുകയാണ്. ഖുതുബ കേൾക്കുന്നവർ പലിശ വാങ്ങുന്നു, സുജൂദ് ചെയ്യുന്നവർ പലിശ വാങ്ങുന്നു, നിസ്കാരത്തഴമ്പുള്ളവർ പലിശക്ക് ഇടപെടുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വൻ പാപങ്ങളിൽ എണ്ണിയില്ലേ സബഉൽ മൂബിഖാത്തിൽ ഒന്നല്ലേ അത്? അന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു ഹിജ്റ വർഷം 10ാമത്തെ കൊല്ലം, തൻ്റെ ഖസ്വാ ഒട്ടകപ്പുറത്തിൻ്റെ ഉർണ താഴ്വരയിൽ വെച്ച് മാനവ പ്രഖ്യാപനത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ വാക്കാണ് പലിശ ഇതാ ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ കുഴിച്ചു മൂടുന്നു എന്ന്. പറഞ്ഞില്ലേ? എത്ര ആളുകൾ അതിന് ഗൗരവം കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? എന്നിട്ട് അവിടുന്ന് പറയണം, അവിടുന്ന് ജീവിതത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ആദ്യമായി കോടിക്കണക്കിന് ദിനാറുകൾ കിട്ടാനുള്ള എൻ്റെ പിതൃവ്യനായ അതേ അബ്ബാസിൻ്റെ പലിശകളാണ് ഞാൻ ആദ്യമായി ഇവിടെ നിർത്തലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്ന സംസാരം. ആലോചിച്ചോളി. ഇന്ന് വീടും കുടിയും പറമ്പും വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, അതിന് രക്ഷപ്പെടണം. കാരണം മരണം കാത്തിരിപ്പുണ്ട്. വഴിയോരങ്ങളിൽ, ഹൈവേ റോഡുകളിൽ, വീടിൻ്റെ ബെഡ്റൂമുകളിൽ, ബാത്റൂമുകളിൽ താൻ എന്നും ഓണാക്കുന്ന സ്വിച്ചുകളിൽ ഒരു ഷോക്കായി, ഇനി ഒന്നുമില്ലാതൊരു നെഞ്ചുവേദനയായി മരണം പതിയിരിക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ചെരുപ്പിൻ്റെ വാറ് നീ ധരിക്കുന്ന സമയത്ത് നിന്റെ കാലിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ മരണം നിന്റെ തൊട്ടടുത്തുണ്ട് അല്ലേ? അവിടെ സെന്റികൾക്ക് സ്ഥാനം ഉണ്ടാവൂല പരലോകത്ത്. പഠിച്ചോനെ അങ്ങനെയൊക്കെ ആയിപ്പോയുണ്ട്, ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണ്, നടക്കൂലട്ടോ. പലിശ നിരോധിച്ചു, പലിശ നിരോധിച്ചു. മാത്രമല്ല കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, നാലാമതായി പറഞ്ഞു, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. പിണങ്ങി നിൽക്കേണ്ടവരല്ല, തെറ്റി നിൽക്കേണ്ടവരല്ല, മുഖം ചുളിച്ച് നടന്നു പോകേണ്ടവരല്ല, കണ്ടാൽ കാണാത്ത പോലെ പോകുന്നവരല്ല. പിന്നെയോ ഒരേ വിശ്വാസികൾ സഹോദരങ്ങളാണ്. സൂറത്ത് ഹുജറാത്ത് വായിക്കേ. യാ അയ്യുഹല്ലദീന ആമനൂ എന്നുള്ളത് എത്രയെത്ര സ്ഥലങ്ങളിലാണ് അധ്യായത്തിൽ പറഞ്ഞത്. ആ കൂട്ടത്തിൽ പറഞ്ഞത് എന്താ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ് ലഅല്ലക്കും തുർഹമൂൻ. അറിഞ്ഞില്ലേ? വിശ്വാസികൾ സഹോദരങ്ങളാണ്. പറ്റുണ്ടോ? തെറ്റി നിൽക്കുന്നത് ആരോടാ? സ്വന്തം മാനോടാണ്, സ്വന്തം ഉപ്പയോടാണ്, സ്വന്തം ജ്യേഷ്ഠനോടാണ്, സ്വന്തം മനിയനോടാണ്. എന്തിൻ്റെ പേരിൽ? 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കം ഫത്തഹിന്റെ ദിവസത്തിൽ കഅബം ശുദ്ധിയാക്കുന്ന സമയത്ത് 300-ലധികം ബിംബങ്ങളെ പുറത്തേക്ക് വലിച്ചിട്ട് കഅബ ശുദ്ധിയാക്കിയപ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന്റെ സന്മാർഗദർശകമായി അല്ലാഹു ഒന്നാമതായി ഭൂമിയുടെ തൊലിക്ക് പുറത്തുണ്ടാക്കിയ ഒന്നാമത്തെ പള്ളിയാണ് കഅബാലയം. ആ കഅബാലയത്തിന്റെ ഉള്ളിലായിരുന്നു ബഹുദൈവ വിശ്വാസികൾ, അതെ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ, ഹുബുലിന്റെ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ അലൈഹിമസ്സലാം അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ശുദ്ധീകരിച്ചില്ലേ? അന്ന് മുതൽ ഇന്ന് വരെ അത് ശുദ്ധിയാണ്. അതെന്തിനാ പറഞ്ഞ്? ഇതെല്ലാം ശുദ്ധീകരിച്ചിട്ട് രണ്ടാമത് അവിടുന്ന് ചെയ്ത പണി എന്തോറും മക്കം ഫത്തഹിന്റെ ദിവസത്തില് കഅബയെ ഇടതുവശത്താക്കിയിട്ട് 7 പ്രാവശ്യം തവാഫ് ചെയ്ത് കഴിഞ്ഞ് ആ ഹബീബായ പ്രവാചകൻ കഅബയുടെ വാതിലിന്റെ കട്ടിലിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള ശത്രുക്കളോട് ചോദിക്കുകയാണ്. എങ്ങനെയുള്ള ശത്രുക്കളോട്? തൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന മക്കയുടെ, മദീനയുടെ അധികാരങ്ങൾ തൻ്റെ കൈപ്പിടിയിലൊതുങ്ങിയ സമയം, തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ, തൻ്റെ സ്വഹാബികളെ കൊന്നൊടുക്കിയ, പലരെയും തൻ്റെ മുമ്പിൽ വെച്ച് പീഡിപ്പിച്ച, തന്നെ ഒരുപാട് ഉപദ്രവിച്ച ശത്രുക്കളൊക്കെ മുമ്പിൽ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോൾ ആ ശത്രുക്കളോട് കഅബയുടെ വാതിലിൻ്റെ കട്ടിലിൽ പിടിച്ചിട്ട് ഹബീബ് ഉറക്കെ ചോദിക്കുകയാണ്, യാ മഅ്ശറ ഖുറൈശ്. എന്താ ചോദ്യം? അതേ ഖുറൈശി സമൂഹമേ, നിങ്ങൾ എന്താണ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അതാ ചോദ്യം, അല്ലാത്ത ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം? പക്ഷേ അവർക്കറിയാം മുഹമ്മദ് നബി മാന്യനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? താങ്കൾ അഹുൻ കരീം, താങ്കൾ മാന്യനായ ഒരു വ്യക്തിയാണ്, മാന്യനായ വ്യക്തിയുടെ മകനാണ്. അതുകൊണ്ട് താങ്കൾ നല്ലതല്ലാത്തതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് തെറ്റിയെന്നല്ല, നിങ്ങൾക്ക് തെറ്റിയെന്നല്ല.
നിങ്ങളെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എൻ്റെ ഹംസയെ ഉഹദിൽ നിങ്ങൾ കുത്തിക്കൊന്നില്ലേ? അതുപോലെ തന്നെ എൻ്റെ മുസ്സബിനെ കൊന്നില്ലേ? എൻ്റെ അനസുവിനെ നദീറിനെ നിങ്ങൾ കൊന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഹുദൈബിനെ തനഈമിൻ്റെ മലയിൽ നിന്ന് നിങ്ങൾ പീസ് പീസാക്കി കൊന്നില്ലേ? ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഹബ്ബാബിനെ, ഹുദൈബിനെ, അമ്മാറിനെ, യാസിറിനെ, സുമയെ നിങ്ങൾ പീഡിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരാതെ നിങ്ങൾ വിടുന്ന ഞാൻ വിചാരിച്ചോ? ഇല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഖുതുബ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, പിണങ്ങി നിൽക്കുന്നവരെ, അകന്നു നിൽക്കുന്നവരെ, വിദ്വേഷം നെഞ്ചകങ്ങളിൽ പേറി നടക്കുന്നവരെ, നിങ്ങൾക്ക് കൂടി ബാധകമാണിത്. എന്താ പറഞ്ഞത്? അൻതുമുത്തുലഖ ഇദ്ഹബു അൻതുമുത്തുലഖ. നിങ്ങൾ പോ, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്. ഈ മക്കയുടെ ഈ മരുഭൂമണ്ണിൽ നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ലേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ വിട്ടുവീഴ്ച വിശ്വാസികളെ നമുക്കിടയിലെങ്കിലും വേണ്ടേ? ഈ സാഹോദര്യത്തിന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഇസ്ലാമിക ശത്രുക്കളുണ്ട്. നമ്മളെ ഭിന്നിപ്പിക്കാൻ, നമ്മുടെ മനസ്സുകളെ, നെഞ്ചകങ്ങൾ അകറ്റാൻ കാത്തിരിക്കുന്നവരുണ്ട്. അന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ് അല്ലേ? എത്രയോ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടാണ് ഈ സംസാരങ്ങളെങ്കിലും. മുഹാജിറുകളെയും അൻസ്വാറുകളെയും അനസ് ബിൻ മാലിക്കിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അന്ന് സ്വഹാബികൾ പറയുകയാണ്, 90 പേരുണ്ടായിരുന്നു ഞങ്ങൾ അന്നത്തെ ദിവസം. അന്ന് ഞങ്ങൾ അനസിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അന്ന് ഞങ്ങളോട് പ്രവാചകൻ പറഞ്ഞത്, അത് നിങ്ങളെല്ലാവരും സഹോദരങ്ങളായി നിലനിൽക്കണേ എന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ കൈവെടിഞ്ഞിട്ടില്ല. പുറത്തു നിന്ന് വരുന്ന അതിഥികളുടെ വരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളതൊക്കെ ഖുബാ പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്ന ബൈറുഹാ തോട്ടത്തിന്റെ ഓണറായിരുന്നു മഹാനായ അബൂ ത്വൽഹ അല്ലേ? ഞാനിത് കുറച്ച് ആവേശത്തോടെ പറയുന്നത് ആവേശത്തിന്റെ വിഷയമായതുകൊണ്ടാണ്. അബൂ ത്വൽഹ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ബൈറുഹ എന്ന് പറയുന്ന സുന്ദരമായ തോട്ടത്തിന്റെ ഓണറായിരുന്നു. ആ അബൂ ത്വൽഹ പിൽക്കാലത്ത് സമ്പത്തിന്റെ വിഷയത്തിൽ കുറച്ച് പിറകോട്ട് വന്നപ്പോൾ അന്നത്തെ സമയത്താണ് മദീന പള്ളിയിൽ കുറച്ച് അതിഥികൾ വന്നത്. നബി തങ്ങൾ ചോദിച്ചു, ഈ അതിഥികളെ ഏറ്റെടുക്കാൻ ആരുണ്ട്? എൻ്റെ അതിഥികളാണ്. അബൂ ത്വൽഹ ഏറ്റെടുത്തു. വേഗം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് രണ്ടാൾക്കും കഴിക്കാനുള്ള ഫുഡ് ഈ വീട്ടിലില്ലാന്ന് എനിക്കറിയും, മക്കൾക്ക് മാത്രമുള്ള ഭക്ഷണമുള്ളൂ. അതുകൊണ്ടേ പൊന്നു പ്രിയതമയോട് പറയണം, മോളെ മക്കളെ വേഗം ഉറക്കുക, മക്കളെ വേഗം ഉറക്കുക. നമുക്ക് രണ്ടുപേർക്കും വിളക്കിന്റെ തൊട്ടപ്പുറത്ത് മാറിയിരുന്ന് ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കുന്നത് പോലെ കാണിക്കാം. ആ ഭക്ഷണം, മക്കൾക്കുള്ള ഭക്ഷണം അതിഥികൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞില്ലേ? സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചവർ. അങ്ങനെ സഹോദരങ്ങളാക്കി. നമ്മളോ ചിരിക്കുന്നുണ്ട്, പുറത്തേക്ക് ഉള്ളിൽ പകയാണ് അല്ലേ? എന്നിട്ടും അല്ലാഹു അക്ബർ ആണ് പോകും തോന്നുന്നുണ്ടോ? മേലക്ക് ഉണ്ടോ? എല്ലാ എന്താ പറയുക, തെറ്റിദ്ധാരണയുടെ കോണുകളൊക്കെ മാറ്റി വെച്ചിട്ട് വിശ്വാസിയായിട്ട് ചിന്തിക്കുക തോന്നുന്നുണ്ടോ? സഹോദരങ്ങളെ, എന്തിനാണ് ഇതുപോലെയുള്ള ഇബാദത്തുകൾ? മനസ്സ് നന്നാകാനല്ലേ അല്ലേ? അവിടെയാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറാനും കൂട്ടത്തിൽ പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും സ്ത്രീകൾ അറിയാതെ തന്നെ അവരെ കച്ചവടമാക്കി മാറ്റുന്നതും കമ്പോളവൽക്കരിക്കപ്പെടുന്നതും അവരറിയുന്നില്ല. അവരുടെ ചുണ്ടുകൾ വരെ വിൽപ്പനക്ക് വെക്കുന്നു. അവരുടെ മുഖത്തുള്ള ഓരോ മേക്കപ്പ് വസ്തുക്കൾ വരെ വിൽപ്പനക്ക് വെക്കുന്നു. ഒരു പെണ്ണ് ഏത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് അവളല്ല തീരുമാനിക്കുന്നത്, കമ്പോളങ്ങളാണ്, മാർക്കറ്റുകളാണ്. നോക്കൂ നിങ്ങൾ, ഒരാണും പെണ്ണും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു പരസ്യ ബോർഡിൽ കണ്ടാൽ അതിലൊരു പക്ഷേ ആ പുരുഷൻ പൂർണ്ണമായി ഔറത്ത് ധരിച്ചിരിക്കും. പെണ്ണോ, പെണ്ണിൻ്റെ ശരീരം വിറ്റ് കാശാക്കുന്നവർ ലോകത്തുണ്ട്. അവിടെ വെച്ച് ഇസ്ലാം പറഞ്ഞു, പണ്ടേ നിന്റെ ശരീരം ഔറത്താൻ, നിന്റെ ശബ്ദം വരെ ഔറത്താൻ, പറ്റുമെങ്കിൽ നീ മുഖം മറക്കണേ. എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? പണ്ടേ നിനക്ക് നൽകിയ സുരക്ഷയാണ്. നിങ്ങൾക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യം മേടിച്ചു തന്ന രാജാര്യൻ, ഒരു മഹാനായ പ്രവാചകൻ, നമ്മുടെ നേതാവല്ലാതെ ആരുണ്ട്? ആരുമില്ല. എന്താ പറഞ്ഞത് സ്ത്രീകളെ കുറിച്ച്? ഇന്നൻ നിസാ ഇൻദകും അവാൻ. തീർച്ചയായും നിങ്ങളുടെ പത്നിമാർക്ക് നിങ്ങളോടുള്ള ബാധ്യതകളെ പോലെ, ഭാര്യമാരുടെ കടപ്പാടുകളെ കുറിച്ച് പ്രസംഗിക്കുന്നവരില്ലേ, ഭാര്യമാരുടെ അതുപോലെ തന്നെ തൻ്റെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകളെ എണ്ണി എണ്ണി കാതോരങ്ങളിൽ നിരന്തരം കേൾപ്പിക്കുന്നവരില്ലേ, എങ്കിൽ ഭർത്താവെ, നിനക്ക് നിന്റെ ഭാര്യയോട് ബാധ്യതയുണ്ട്. നാലാരുടെ മുമ്പിൽ നിന്ന് അതേ ഒരു വലിയ ബലവത്തായ കരാറും മേടിച്ചിട്ടാണ് തീർത്തും എൻറ്റയർലി ഡിഫറൻറ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്ക് നീ കൊണ്ടുപോയത്. നിന്റെ കൂടെയാണ് പിന്നെ ജീവിതം, നീയാണ് പിന്നെ അവൾക്കെല്ലാം.
നിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതൊന്നും വേറെ ആർക്കും അവർക്ക് കൊടുക്കാൻ കഴിയില്ല. ആ ഭാര്യയോട് നീ എങ്ങനെ? ചെറിയ ചെറിയ പ്രശ്നങ്ങളും തട്ടുമുട്ടൊക്കെ ഇല്ലാത്ത വീടുണ്ടാവില്ല, അത് വേണേ. അപ്പോൾ സ്നേഹത്തിനത് വില കൂടുള്ളൂ, മൂർച്ച കൂടുള്ളൂ. പക്ഷെ ഇന്നങ്ങനെയാണോ? മിണ്ടണില്ല. ഏറ്റവും വലിയ ശത്രു ഭാര്യയാണ്, ഭർത്താവാണ്. അങ്ങനെയായി തീർന്നു. പിശാചി നല്ലോണം ഇടപെടും. പിശാചി വൈകുന്നേരം ആയാലേ അവൻ്റെ കൂട്ടാളികളെ കുറിച്ച് മീറ്റിംഗ് കൂടുന്നതാണ്. എന്നാ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയത് ആരാ ചോദിക്കൂത്രേ. സമുദ്രത്തിൻ്റെ മുകളിൽ ഒരു ചെയറും ഇട്ടിട്ട് അവൻ ഇരിക്കുവൻ്റെ സിംഹാസനം അവിടെ നിന്നാണ്. എങ്ങനെയാണെന്നപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അത് കേട്ടോ ചോദിക്കുകയാണ്, ഞാൻ ഇന്നൊരാളെ കൊണ്ട് ശിർക്കിപ്പിച്ചല്ലോ, ഇന്ന് ഞാൻ ഒരാളെ കൊലപാതകയാക്കിയല്ലോ, ഇന്നൊരാളെ കൊണ്ട് മദ്യപാനം, ലഹരി, ഇതിലൊന്നും പിശാച് കൂടുതൽ സന്തോഷിക്കൂല എന്നാ. പിശാച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാത്തേ ഇന്ന് ഞാനൊരു ഭാര്യയും ഭർത്താവിനെയും തമ്മിലടുപ്പിച്ചിട്ടുണ്ട്, എന്ന് ഓനാണ് സർട്ടിഫിക്കറ്റ് എന്ന് പിശാച് പറയും. അത്രമേൽ അവൻ ഇടപെടുന്ന ഖുർആൻ വരെ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരെ വേർപ്പെടുത്താൻ വേണ്ടി പിശാചിൻ്റെ സഹായത്തോടെ സിഹ്ർ ചെയ്യുന്നവർ പഠിപ്പിച്ചിട്ടില്ലേ? ആ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ ഒരിക്കൽ പോലും കയർത്തി സംസാരിച്ചില്ല ഭാര്യയോട്, കണ്ണുരുട്ടില്ല ഭാര്യമാരോട്. ഒരേ സമയം 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ച പ്രവാചകൻ അല്ലേ? അവിടുന്ന് ചോദിച്ചെന്താ വഫാത്തിൻ്റെ സമയത്ത്, ഞാൻ നിങ്ങൾക്ക് നല്ല ഭർത്താവായിരുന്നില്ലേ? ഭാര്യമാരെന്താ മറുപടി കൊടുത്ത് അല്ലേ? മൗനിയായി കണ്ണുകൾ നിറഞ്ഞ് മുഖത്തിലൂടെ സജലമായ കണ്ണീരൊഴിപ്പിച്ചിട്ടാണ് മറുപടി കൊടുത്തത്. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നല്ലൊരു ഭർത്താവാകാൻ? ഒരുപക്ഷെ നല്ലൊരു ദായിയാകാം, നല്ല സുന്നത്തിൻ്റെ താടി വെച്ചവനാകാം, നല്ല കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന ആളാകാം. പക്ഷെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയോടെങ്ങനെ എന്ന് ആലോചിക്കേണ്ട ആളുകളാണ് നമ്മൾ. സഹോദരങ്ങളെ, വർത്തമാനകാലത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ എന്താണ്? അതിൻ്റെയൊക്കെ സുരക്ഷയൊരുക്കി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു അറഫയിൽ നമ്മൾ കണ്ടിരുന്ന പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം. ഇത് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ അറഫയെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. അവിടുത്തെ അറഫ ഖുത്ബ വളരെ ബ്രീഫായിരുന്നു, ചെറിയ സംസാരമായിരുന്നു. കൂട്ടത്തിൽ അവിടുന്ന് അവസാനം പറഞ്ഞെന്താ അറിയോ? ദഅവത്തുമായി ബന്ധപ്പെട്ടാണ്. അവിടുന്ന് പറഞ്ഞെന്താ? ബല്ലിഉ മിന്നി വലൗ ആയ, എന്നിൽ നിന്നൊരായത്താണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് കിട്ടാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ സംസാരം കേട്ടപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വഹാബത്തിൻ്റെ വാഹനങ്ങൾ അന്ന് ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിന്നിരുന്നത് അങ്ങോട്ട് പോയിന്നാണ്. ഈ സമുദ്രത്തിൻ്റെ അപ്പുറത്തൊരു നാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞവർ 10,000 താഴെയുള്ള അല്ലെങ്കിൽ അത്ര തന്നെയുള്ള എണ്ണം മാത്രമേ ബക്കിയൻ്റെ മണ്ണിലും മക്കയിലുമൊക്കെ ആയിട്ട് സ്വഹാബികളുടെ ഖബറുള്ളൂ. ലക്ഷക്കണക്കിന് സ്വഹാബികളില്ലേ? അവരെവിടെ പോയി? അവരൊക്കെ പ്രവാചകൻ്റെ ഈ അധ്യാപനം കേട്ട് എത്രയോ ലക്ഷക്കണക്കിന് കൂലി കിട്ടുന്ന ഹറമിലെ നിസ്കാരത്തെക്കാളും മദീന പള്ളിയിലെ നിസ്കാരത്തെക്കാളും ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരത്തെക്കാളും അതൊക്കെ വിട്ടിട്ട് അന്യനാട്ടിക്ക് പോയിന്. എന്തിന്? ദഅവത്തിനെ. അതിനെ കൊച്ചാക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ലേ? നമ്മുടെ സമൂഹത്തിലില്ലേ? ഇവർക്ക് വേറെ പണിയില്ലാന്ന് പറയണോലില്ലേ? ഇല്ലേ? അവരൊക്കെ ആലോചിച്ചോളി, ഇതേറെ പുണ്യമുള്ള ദഅവത്താണ്, ഇവർക്ക് നന്മയാണ്. ഖുർആൻ പറഞ്ഞെന്താ? വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു ജനതയുണ്ടാകട്ടെ എന്നാണ്. ദഅവത്തിന് മുടക്കണോല് എന്നല്ല പറഞ്ഞത്. ഇതെന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നവരുണ്ടാകട്ടെ എന്നല്ല. വൽതകും മിൻകും ഉമ്മ, ഒരു സൊസൈറ്റി ഉണ്ടാകട്ടെ നിങ്ങളിൽ നിന്ന്. എങ്ങനെയുള്ള സൊസൈറ്റിയാണത്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലേ? എന്നിട്ട് അവിടുന്ന് പറയണ, വിശുദ്ധ ഖുർആൻ പറയാണ്, വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ഓലാണ് നല്ല വിജയികൾ. ഈ പ്രഖ്യാപനം അന്ന് നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ അറഫയിൽ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഈ അറഫ ദിനത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ള നന്മ എന്ന് പറയുന്നത്, ആ നന്മ എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ നോമ്പാണ്. അത് കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ ഉണർത്തുകയുണ്ടായി. കഴിഞ്ഞ കൊല്ലത്തിലെയും വരാനിരിക്കുന്ന കൊല്ലത്തിലെയും പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറഫയിലെ നോമ്പ്. അന്നത്തെ നോമ്പ്. അന്ന് അറഫയിൽ ഓരോ നിൽക്കുമ്പോൾ അവിടെ നോക്കണം എന്നല്ല പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് നോക്കുക, അല്ലേ?
അങ്ങനെ ഏതെങ്കിലും ഹദീസിലുണ്ടോ അറഫയിൽ ഓല് നിൽക്കുമ്പോൾ ഇവിടെ നോക്കാൻ പറഞ്ഞത്? ഇല്ല. അതങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. സൗദിയിലാണെങ്കിൽ നമുക്ക് ഓക്കെ, അന്നത്തെ ദിവസം അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകൾ അത് മാസം കാണുന്നതിനനുസരിച്ചാണ്. ഇപ്പം ഇന്ന് ദുൽഹിജ്ജ 4 അപ്പോൾ നമുക്ക് 9 ബുധനാഴ്ച ആയിരിക്കും. അപ്പം എന്നാൽ നോമ്പിനെ എല്ലാവരും നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂലിയെക്കുറിച്ച് പറഞ്ഞെന്താ നിങ്ങൾ? കള്ളുകുടിയന്മാരായി, ലഹരി ഉപയോഗിക്കുന്നവരായി, വ്യഭിചാരികളായി, തമ്മാടികളായി, ചതിയന്മാരായി, വഞ്ചകന്മാരായി, വെറുപ്പിൻ്റെ നിക്ഷേപകരായി നടക്കുന്ന കുറേ ആളുകളുണ്ടാവില്ല ഈ ഉമ്മത്ത് തന്നെ. ഓലൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും അന്നത്തെ ഒരു നിസ്കാരത്തിലൂടെ, അന്നത്തെ ഒരു ദിക്റിലൂടെ, അന്നത്തെ ഒരു സന്മനസ്സിലൂടെ, അന്നത്തെ നോമ്പിലൂടെ. ജനങ്ങളെ ഏറ്റവും കൂടുതൽ അള്ളാഹ് നരകത്ത് നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അത്ര അറഫ ദിവസം. അന്ന് നന്നായി തന്നെ നോമ്പ് നോൽക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, അറഫയിലെ ഹജ്ജാജിമാരിങ്ങനെ കൈകളുയർത്തി സുദീർഘമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് ഒന്നാനാകാശത്തേക്ക് അവരിലേക്ക് ഇറങ്ങി വരുന്ന പല സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് വർഷത്തിലൊരിക്കൽ ഹജ്ജാജിമാരിലേക്ക് അള്ളാഹ് ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് മലക്കളോട് അള്ളാഹ് ചോദിക്കും, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. അള്ളാഹ്ക്ക് അറിയിട്ടല്ല, അള്ളാഹ് അങ്ങനെ ഒരു സിസ്റ്റം നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കളെ കൊണ്ട് പറയിപ്പിക്കുക. പൊടി പിടിച്ച ശരീരമായി, ക്ഷീണിച്ച മുഖമായി, വിയർപ്പൊലിക്കുന്ന ശരീരമായി എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലേ? അന്നല്ല പറയുകയാണ്, ഇവർക്ക് എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അത്രത്തോളം പുണ്യമുള്ള ദിനങ്ങളാണ് സഹോദരങ്ങളെ ഈ അറഫയുടെ ദിനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നിസ്കാരം വ്യാഴാഴ്ച രാവിലെ 7 മണിക്കാണ്. അതിൻ്റെതായ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. എന്തായാലും ആ സമയം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നമ്മുടെ സമീപത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാവുക. അയ്യാമത്ത് ശരീക്കിൻ്റെ ദിനങ്ങളിലൊക്കെ അറിവുകൾ നടത്താം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് അറക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ മാംസങ്ങൾ പാവങ്ങൾക്കും സാധുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. അമുസ്ലിങ്ങൾക്ക് വരെ അതിൻ്റെ മാംസങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. എന്തായാലും അന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ളൊരു നീയത്താണ്. ത്യാഗത്തിൻ്റെ സ്മരണയാണ്. ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ ഖുതുബയിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ബലിപെരുന്നാളിൻ്റെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത് പിന്നെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ കുറച്ച് ത്യാഗത്തിൻ്റെ ദിനങ്ങളാണല്ലോ. നമ്മളതിൽ ചെറിയ രൂപത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. പിണക്കങ്ങളൊക്കെ മാറ്റാൻ, തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടിയടക്കാൻ സഹോദരങ്ങളെ ആ ദിനങ്ങൾ നമ്മൾക്ക് സഹായകമാകണം. തക്ബീറുകൾ ധാരാളം ചൊല്ലുക, പുതുവസ്ത്രങ്ങൾ അണിയുക, പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക്, മുസല്ലകളിലേക്ക് പുറപ്പെടുക. അതായിരുന്നു പ്രവാചകൻ ജീവിതത്തിൽ 1-2 പ്രാവശ്യമല്ലാതെ തൻ്റെ മദീന പള്ളിയിലേക്ക് നിസ്കാരത്തെ മാറ്റിയിട്ടില്ല. പെരുന്നാൾ നിസ്കാരത്തെ അതിശക്തമായ മഴ കാരണമായിരുന്നു അത്. എന്തായാലും ആ സുന്നത്തിനെ നേടിയെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. മഴയുടെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുമുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പുകളിലേക്ക് ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിലെത്തും. ഈദ്ഗാഹാണോ അതല്ല പള്ളിയിലാണോ നമ്മുടെ നിസ്കാരം, നമ്മുടെ കാലാവസ്ഥ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അത് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ വരുന്ന ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച ദിവസത്തിലെ നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നെയ്യത്തോടു കൂടി നോൽക്കാൻ, ആ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപക്കറകളെല്ലാം അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നൊരു സഹോദരൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകന് 5 വിരലും മുറിക്കപ്പെട്ടൊരവസ്ഥയിലാണുള്ളത്. അത് ഏറെ പ്രയാസകരമായൊരവസ്ഥയിലാണ്. കാലിലെ 5 വിരൽ മുറിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് കൂടുതൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ ഏതാനും ആഴ്ചകളായി ഇതേ മിമ്പറിൽ നിന്ന് ഈ ഉള്ളവർ തന്നെ പ്രാർത്ഥിച്ച ഒരു ചെറുപ്പക്കാരിയുടെ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് മരുന്ന് പോലും കുടിക്കാൻ കഴിയാതെ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ വരുന്നത്. വേദന കടിച്ചമർത്തി കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ദിവസങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം ശിഫയാക്കാൻ കഴിവുള്ള ഖദീറായ ഷാഫിയാണ് അവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹു നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ. അതിലൂടെ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. വേറെയും ധാരാളം ആളുകൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മയെല്ലാം നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ
ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മളൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ സിറാത്ത് കടന്ന സന്തോഷത്തോടെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സത്യവിശ്വാസികളിൽ, വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.